ഹലോ ഗായ്സ്, ഓൾ ഇൻ വൺ യൂട്യൂബ് ചാനലിൽ നിന്ന് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാഗ് വേവ് പ്ലസ് ഈ സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് പറഞ്ഞാൽ അടിപൊളി ബഡ്ജറ്റ് സ്മാർട്ട് വാച്ചാണ്. എല്ലാ സ്മാർട്ട് വാച്ച് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്മാർട്ട് വാച്ച് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് വാച്ച്. അപ്പോൾ ഈ സ്മാർട്ട് വാച്ചിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയങ്ങൾ തന്നെ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമുക്ക് കവറിൽ തന്നെ ഫ്രണ്ടിൽ നമ്മുടെ വാച്ചിൻ്റെ ചിത്രവും പിന്നെ വേവ് പ്ലസ് സൈഡിലോട്ട് എഴുതിയിട്ട് മേലെ ടാഗിൻ്റെ മറ്റേതൊക്കെ കാണാൻ പറ്റും, ബ്രാൻഡിങ് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡ് ബിഗ്ഗർ ബെറ്റർ ബോൾഡർ ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള വർക്കിംഗ് ടൈം 10 days, ബാറ്ററി, ആപ്പ് ആൻഡ് കോൾ നോട്ടിഫിക്കേഷൻ, സ്ലീപ്പ് ട്രാക്കിംഗ്, ആക്ടിവിറ്റി ട്രാക്കർ, ഇൻ ആപ്പ് GPS, മെൻസ്ട്രുവൽ സൈക്കിൾ മോണിറ്റർ, IP സിസ്റ്റം, വാട്ടിപ്പോൾ സെഡൻഡറി റിമൈൻഡർ, അങ്ങനെ കാര്യങ്ങളും. പിന്നെ ലെഫ്റ്റ് സൈഡ് 1.69 ഡിസ്പ്ലേ, റിയൽ ടൈം ഹെർട്ട് മോണിറ്റർ, ബോഡി ടെമ്പറേച്ചർ, 16 സ്പോർട്സ് മോഡ്, അങ്ങനെയാണ് ഇതിന്. നമ്മുടെ പെട്ടി തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് അവിടെ അടിപൊളിയായി കിടക്കുന്നതാണ്. സാധനം കാണാൻ തന്നെ ഒരു ലുക്കായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ബ്രൗൺ കളർ എടുത്തതിന് 3 കളർ അവൈലബിൾ ആണ് ഗൈസ്. ബ്രൗണ്, വൈറ്റ്, പിന്നെ ബ്ലാക്ക്, അങ്ങനെയാണ് ഗൈസ്. പിന്നെ അതിന് സ്ട്രാപ്പൊക്കെ വേറെ വേറെ പുള്ളി സ്ട്രാപ്പും അങ്ങനെ കുറേ സ്ട്രാപ്പൊക്കെ അതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിലാണ് ഞാൻ അത് വാങ്ങിച്ചത്. അപ്പോൾ അതിൽ കുറേ സ്റ്റാപ്സിൻ്റെ ഒക്കെ ഉണ്ട്. പിന്നെ പെട്ടിക്കകത്ത് കുറേ കാർഡ്, ആന, ചേന, അങ്ങനെയൊക്കെ കാണാം. അതിലാണ് നമ്മുടെ ഇതിൻ്റെ ഇതൊക്കെ ഉണ്ട്, QR കോഡൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചാർജർ വന്നിട്ട് മാഗ്നറ്റിക് ചാർജറാണ് എല്ലാ സ്മാർട്ട് വാച്ചിലുള്ള പോലെ തന്നെ. അപ്പോൾ നമ്മുടെ വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 3 ഡയലാണ് ഓൾറെഡി വാച്ച് വാങ്ങുമ്പോൾ കിട്ടുക. അത് നമുക്ക് ഫസ്റ്റ് ഹോം സ്ക്രീനിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്താണ്. 1, 2, 3 ഈ 3 ഡയൽസാണ് നമുക്ക് കിട്ടുക. പിന്നെ ഇതിൻ്റെ ടാഗ് പ്ലസ് എന്ന ആപ്പിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഫോക്കസ് ചെയ്തില്ല ഇതുപോലത്തെ കസ്റ്റമൈസ് ചെയ്തിട്ട് വെക്കാനും പറ്റും. അതുപോലെ തന്നെ അവർ ഡയൽ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഡയൽസ്, അതുപോലെ അതായത് ഇപ്പോൾ ഇതിൻ്റെ ഇങ്ങനത്തെ മോഡൽ ഒരുപാട് ഡയൽസ് അവരുടെ ഡയൽ സെൻറ്ററിൽ കാണും. ഞാൻ അത് പറ്റുകയാണെങ്കിൽ സൈഡ് ഒരു സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം അവരുടെ ഡയൽ സെൻറ്ററിൻ്റെ. അപ്പോൾ ഇത്രയുള്ള കേസ് ഇതിൻ്റെ ഡയൽസ്. പിന്നെ ഇതിന് മേലിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്യണമെങ്കിൽ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ DND മോഡ്, അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് ഞാനിപ്പോൾ 100 വെച്ചിരിക്കുന്നത്. സാധാരണ 25 മതിയാവും നോർമൽ യൂസിന്. ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി വെച്ചാണ്. അങ്ങനെ വെക്കുമ്പോൾ ബാറ്ററി അധികം വലിക്കില്ല. അതുപോലെ തന്നെ ബാറ്ററി കാർഡ് ഞാൻ അവസാനം പറയാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്നത് ഫൈൻ ഫോണാണ്. അത് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന ഫോണിൽ കൂ കത്താൻ തുടങ്ങും. അതുകൊണ്ട് അവിടെ തൊടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ സെറ്റിംഗ്സിലോട്ടുള്ള ഷോർട്ട് കട്ട് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ മെയിലിൽ നിന്ന് നോട്ടിഫിക്കേഷൻ ബാർ വലിക്കുന്ന പോലെ ഫോണിൽ വലിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത്. പിന്നെ താഴെ വലിക്കുന്ന സമയത്ത് ഗൈസ് ഇവിടെയാണ് നമ്മുടെ വാട്സപ്പ് മെസ്സേജ്, യൂട്യൂബ് മെസ്സേജ്, അങ്ങനെ ഒരുപാട് മെസ്സേജ് ഇതൊക്കെ ഇവിടെയാണ് വരിക. അപ്പോൾ ഇതൊക്കെ ഇവിടെ പോയിട്ട് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. അത്രേ ഉള്ളൂ. ഇതാണ് മെസ്സേജസിൻ്റെ കാര്യങ്ങൾ വരിക. മെസ്സേജ് വരുമ്പോൾ എങ്ങനെ വരും നമുക്ക് പിന്നെ കാണിച്ചു തരാം. ഇതാണ് താഴ്ന്ന് മേലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ. ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ബോഡി ടെമ്പറേച്ചറിൻ്റെ ഒരു വിഡ്ജറ്റ്സ്, പിന്നെ നമ്മൾ നടന്ന ഇപ്പോൾ സ്റ്റാറ്റ്സ്, അതായത് ഞാനിപ്പോൾ എത്ര സ്റ്റെപ്സ് നടന്നു, എത്ര കിലോമീറ്ററായി, എത്ര കാലറി ബേണായി. പിന്നെ അതിനുശേഷം നമ്മുടെ ലൈവ് ഹേർട്ട് റേറ്റിൻ്റെ ഇതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനപ്പുറത്ത് ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയതിൻ്റെ സംഭവം. പിന്നെ ഇപ്പോൾ വെതർ. ഇത്രയും വിഡ്ജറ്റ്സ് ആണ് ഇപ്പോൾ ഇവിടെ കാര്യമായിട്ട് ഉള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ അടുത്ത മെയിൻ സംഭവം വരുന്നത് ഇവിടെ നിങ്ങളുടെ സ്വൈപ്പ് ചെയ്യുമ്പോഴാണ്. അതായത് സ്റ്റാറ്റ്സ്, പിന്നെ ഒരുപാട് ട്രെയിനിങ് കാര്യങ്ങൾ, ഔട്ട്ഡോർ റണ്ണിങ്, സൈക്ലിങ്, സ്കിപ്പിങ്, സ്വിമ്മിങ്, ബാഡ്മിൻ്റൺ, ടേബിൾ ടെന്നീസ്, അങ്ങനെ 16ഓളം ഓൾമോസ്റ്റ് 15-16ഓളം സാധനങ്ങൾ ഇതിൽ സ്പോർട്സ് മോഡ് വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് സ്പോർട്സ് മോഡിൻ്റെ കാര്യങ്ങൾ വരിക. ഇതിൻ്റെ നമ്മളിപ്പോൾ റണ്ണിങ് ഒക്കെ ആണെങ്കിൽ ലൊക്കേഷൻ ഇതിൽ GPS ഇൻബിൽട്ടായി വരുന്നില്ല. അത് നമ്മൾ ഫോൺ കയ്യിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ GPS കൊണ്ടുപോകാം. അത്രേ ഉള്ളൂ. ഇതിൻ്റെ നമ്മൾ ഈ ട്രെയിനിങ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഫോണിൽ ടാഗ് പ്ലസ് എന്ന ആപ്പിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മെഷർ ചെയ്യുന്ന ഹേർട്ട് റേറ്റ് ആയിക്കോട്ടെ, ബ്ലഡ് ഓക്സിജൻ ലെവൽ ആയിക്കോട്ടെ, എന്ത് ടെസ്റ്റ് ചെയ്യണമെങ്കിലും ബ്ലഡ് ഓക്സിജൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, ഇതിൻ്റെ റിസൾട്ട്സ് ഒക്കെ നമുക്ക് ടാഗ് പ്ലസ് എന്ന ഈ ആപ്പിൽ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് സിങ്ക് ചെയ്യുമ്പോൾ വരുന്നതാണ്. പിന്നെ സ്ലീപ്പിങ്, പിന്നെ BP, പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചറും ഒന്ന് ഞാൻ കാണിച്ചു തരാം, ടെസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഫോക്കസ് ചെയ്യും. ലോക്കി. അപ്പോൾ നമ്മൾ 36.8 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ സംഭവം വന്നിരിക്കുന്നത്. പിന്നെ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ പിന്നെന്താ ഉള്ളത്, പിന്നെ BP, ഇത്രയും കാര്യങ്ങൾ തന്നെ ഉള്ളൂ.
ഇതൊക്കെ ആക്യുറേറ്റ് ആയിട്ട് തന്നെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് തന്നെ കിട്ടും. ബട്ട് നമ്മൾ ഈ ഹെൽത്ത് എക്യുപ്മെന്റ്സ് ഇല്ലേ, അതായത് ഇതിന്റെ ഒറിജിനൽ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, BP നോക്കാനും ടെമ്പറേച്ചർ നോക്കാനും, അത് വെച്ച് ഇപ്പോൾ ഇത് വെച്ച് ഇപ്പോൾ പനിയുണ്ടോ കാര്യങ്ങളൊന്നും നമ്മൾ ഇത് വെച്ച് നോക്കി, ഇത് ഏകദേശം അളവ് അറിയാമെങ്കിലും അക്യുറേറ്റ് ആയിരിക്കും, ഓൾമോസ്റ്റ് അക്യുറേറ്റ് ആയിരിക്കും, 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. പക്ഷെ എന്നാലും ഇത് ആശ്രയിച്ച് ഒരിക്കലും മെഡിക്കലിന്റെ റെക്കോർഡ്സ് കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല എന്നാണ് പൊതുവെ പറയാറ്. എന്നാലും ഓൾമോസ്റ്റ് അക്യുറേറ്റ് ആയിരിക്കും. പിന്നെ സ്ലീപ്പിംഗ്, പിന്നെ വെതർ, പിന്നെ നമ്മൾ താഴെ അപ്ലൈ കണ്ട മെസ്സേജസിന്റെ, പിന്നെ മ്യൂസിക് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഫോണിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ മോറിൽ വന്നിട്ട് സ്റ്റോപ്പ് വാച്ച്, ടൈമർ, പിന്നെ ഫ്ലാഷ് ലൈറ്റ് ചുമ്മാ വെള്ള ലൈറ്റ് കത്താത്ര തന്നെ. പിന്നെ ഫൈൻഡ് മീ, അതായത് ഫോണിന്റെ, പിന്നെ സെറ്റിങ്സിൽ ഡയൽ, ബ്രൈറ്റ്നസ്, ഇൻഫോ, ഓഫ്, റീസെറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ആപ്സിൽ വരുന്നത്. വളരെ അടിപൊളി സംഭവം തന്നെയാണ്. അതായത് ഈ 1899 രൂപയ്ക്കാണ് നമുക്ക് ഇത്രയും സംഭവങ്ങൾ വാച്ചിൽ കിട്ടുന്നത്. 2500 രൂപയുടെ വാച്ചിന് പോലും ഇത്രയില്ല. പിന്നെ 5000 രൂപയുടെയൊക്കെ വാച്ച് അമേസ്വിറ്റിന്റെയും അതുപോലെ തന്നെ റിയൽമിയുടെ, ബോട്ടിന്റെ, പിന്നെ റെഡ്മിയുടെ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വാച്ചസ് ഉണ്ട്. പിന്നെ സാംസങ്, ആപ്പിളൊക്കെ പോകുമ്പോൾ വില കത്തും, അത് നടക്കില്ല. അപ്പോൾ ബഡ്ജറ്റ് യൂസേഴ്സിന് പറ്റിയ 1899 രൂപയ്ക്ക് പറ്റിയ ഒരു വാല്യൂ ഫോർ മണി അടിപൊളി വാച്ചാണ്. അതുപോലെ തന്നെ അടിപൊളി ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ പറ്റിയൊരു വാച്ച് തന്നെയാണ്. മറ്റൊരാൾ നമ്മളെ ഫോണിലോട്ട് വിളിക്കുകയാണെങ്കിൽ ആ ഫോൺ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കുക, പേര്, ഇൻകമിംഗ് കോളിന്റെ ചിത്രം, റിജക്റ്റിന്റെ കാണും. ബട്ട് റിജക്റ്റിൽ തൊട്ട് കഴിഞ്ഞാൽ കോൾ റിജക്റ്റ് ആയില്ല. റിജക്റ്റിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ കോള് കട്ടാവുള്ളൂ. ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ തന്നെ കയ്യിൽ വേണം. ഈ ടാഗ് പ്ലസ് എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ഫോൺ വാങ്ങുമ്പോൾ അതിന്റെ ബോക്സിലും QR കോഡ് വരുന്നുണ്ട്. എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് സിങ്ക് ചെയ്യണം. സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണിക്കുക, അതായത് എത്ര ഇന്നത്തെ ടുഡേ സ്റ്റെപ്സ്, പിന്നെ ഡിസ്റ്റൻസ്, ഹീറ്റ് കാലറി, പിന്നെ ഞാൻ അതൊക്കെ ഫസ്റ്റ് സെറ്റപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ടാർഗറ്റ് സ്റ്റെപ്പ് അതൊക്കെ ഫസ്റ്റ് സെറ്റപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൈറ്റും വെയിറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാണ്ടിരിക്കുക. പിന്നെ അത്ര ഉള്ളൂ. പിന്നെ സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെപ്പോൾ എന്തൊക്കെ ചെക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ ഹേർട്ട് റേറ്റ് റെക്കോർഡ്, ലൈവ് റെക്കോർഡ് നമുക്ക് ഇതിൽ കുറച്ചും കൂടി ക്ലീൻ ആയി. അതിൽ ചുമ്മാ നമ്പർ കാണിക്കുമ്പോൾ അത്രേ ഉള്ളൂ. പക്ഷേ ഇതിൽ ഉണ്ടാവും ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ നിരത്തി കാണിക്കുന്നതൊന്നും എനിക്ക് സംഭവം എന്താണെന്നേ അറിയില്ല, അതുകൊണ്ട് കാണിക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാൻ മനസ്സിലാക്കാം. പിന്നെ ഞാൻ ഇന്നലെ നൈറ്റ് ഉറങ്ങിയതിൻ്റെ ഡീപ്പ് അങ്ങനെ കാണിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ ബ്ലഡ് പ്രഷർ റെക്കോർഡ്, ബ്ലഡ് ഓക്സിജൻ റെക്കോർഡ്, ബോഡി ടെമ്പറേച്ചർ റെക്കോർഡ്, ഇതൊക്കെയാണ് നമ്മുടെ ഹോമിൽ മെയിനായി കാണിക്കുക. പിന്നെ ലെഫ്റ്റ് സൈഡ് കോർണറിൽ വെതറിൻ്റെ ഇതും കാണിക്കും. പിന്നെ അടുത്തതായി സ്പോർട്സ് ആണ്. സ്പോർട്സ് വാച്ച് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് GPS വാച്ചിൽ ഇൻബിൽഡായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഫോൺ കയ്യിൽ കടത്തി പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ, അതായത് ഏതിയൊക്കെയാണോ പോയത് അതൊക്കെ ഇതിൽ കാണിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചുമ്മാ റൺ ചെയ്യുന്നതിൻ്റെ കാലറി ബേൺ ആയത് മാത്രം, എത്ര ഇത് നടന്നു, എത്ര കാലറി ബേൺ ആയെന്ന് മാത്രം നമുക്കത് കാണുള്ളൂ. പിന്നെ അടുത്തത് സ്പോർട്സ് ഇത്രയുള്ളൂ. പിന്നെ ഡിവൈസിലാണ് ഞാനിപ്പോൾ പറഞ്ഞു ഞായറാഴ്ച വാങ്ങിച്ചതാണ്. ഇപ്പോൾ തിങ്കൾ, ചൊവ്വ 11:20 അപ്പോൾ വാച്ചിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 70% ആയിട്ടുള്ളൂ. അതായത് ഏകദേശം 9 ഡേയ്സോളം ഇതിൻ്റെ വാച്ചിന് നിൽക്കും. പിന്നെ ഡയൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഡയൽ സെൻറ്ററിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഡയൽസ് ഉണ്ട്. ഇത്രയും ഡയൽസ് നമുക്ക് ഇത്രയല്ല ഇനിയുണ്ട്. സക്സസ്ഫുള്ളി ലോഡ്. ഇത്രയും ഡയൽസ് നമുക്ക് ഇഷ്ടമുള്ള അത് ഇനിയുണ്ടോ? ഓ ഗൈസ്, ഇത് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഗൈസ്, ഇങ്ങനെ ഒരുപാട് ഡയൽസ് ഉണ്ട്. അപ്പോൾ ഈ ഒരുപാട് ഡയൽസ് നിങ്ങൾക്ക് തപ്പി ഇഷ്ടപ്പെടുന്നത് എടുത്ത് വെക്കുക. അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് ഇതിൽ വന്നിട്ട് ഒന്ന് കസ്റ്റം ചെയ്തിട്ട് പറഞ്ഞാൽ സെലക്ട് ഇമേജ് പോയി ഗാലറിയിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഫോട്ടോ വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ കളറും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഏതാണ്ട് വെച്ച ശേഷം നിങ്ങൾക്ക് സിങ്ക് ഡയലിന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ വാച്ചിലോട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട വാച്ചിൻ്റെ ഇത് സിങ്ക് ചെയ്തത്. പിന്നെ ഇതിൽ ഹേർട്ട് റേറ്റ് എല്ലാം ഓൺ ആക്കണം. അതൊക്കെ വാച്ച് വാങ്ങുമ്പോൾ തന്നെ ഓൺ ആക്കാനുള്ളൂ ഗൈസ്. പിന്നെ അത്രേ ഉള്ളൂ. റൈസ് ടു ഹാൻഡ് ആക്ടിവേറ്റ് ഡിസ്പ്ലേ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇപ്പോൾ ഫോട്ടോ ഷെയ്ക്ക് ടു ടേക്ക് പിക്ചർ ഓപ്ഷൻ ഉണ്ട്. ബട്ട് അത് സാധാരണ ക്യാമറയിൽ പറ്റില്ല. ഇതിൽ ഇങ്ങനെ വന്നിട്ട് ഫോട്ടോ എടുക്കണ ഓപ്ഷനിൽ വരികയാണെങ്കിൽ നമുക്ക് ഷെയ്ക്ക് ടു ടേക്ക് പിക്ചർ ചെയ്യാൻ പറ്റും. ഇത്ര ലൈഫ് ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല, കുറേ ഉണ്ട്. നമുക്കിത് നോക്കുമ്പോൾ തനിയെ കാണാൻ പറ്റും. അത്ര ലൈഫ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ വാച്ചും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതിൻ്റെ കറണ്ട് വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ രാവിലെ നോക്കുമ്പോൾ 1899 ഇപ്പോൾ 1999. ഇത് ഇനി കുറയുമോ എന്നറിയില്ല. ബട്ട് കൂടാൻ വളരെ 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 ചാൻസ് ഉണ്ട്.
കാരണം ഇത് ഇപ്പോഴത്തെ മാത്രം പ്രൈസാണ് ഈ 2000 രൂപ. പെട്ടെന്ന് തന്നെ 2300 വരെ എത്താൻ ചാൻസ് ഉണ്ട്. 2500 എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങണതിന് തൊട്ട് രാത്രി. അതുകൊണ്ട് ഞാൻ വാങ്ങണ സമയത്ത് പിന്നെയും 1899 ആയപ്പോഴാണ് ഞാൻ മേടിച്ചത്, ഐ മീൻ വാങ്ങിച്ചത്. അപ്പോൾ ഇപ്പോൾ പോയി വാങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ വില 2000 രൂപയാണ്. അതിനിപ്പോൾ 1900 ആവാനും ചാൻസ് ഉണ്ട്. എങ്ങനെയാണെങ്കിൽ 2000 രൂപയ്ക്കാണെങ്കിൽ അടിപൊളി ബഡ്ജറ്റ് സ്മാർട്ട് വാച്ച് തന്നെയാണ്. ഒരു 100 രൂപ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ വാച്ചിൻ്റെ ഫീച്ചേഴ്സും ഈ ബഡ്ജറ്റ് സ്മാർട്ട് വാച്ച് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വാച്ച് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർ മേടിക്കാൻ വളരെ 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 ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് തുടങ്ങുക, ബെല്ലൈക്കൻ ചെയ്ത് ഓൾ തന്നെ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ ഇപ്പം തന്നെ പോയി ഫോളോ ചെയ്യുക. പിന്നെ 5K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും 98% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പെട്ടെന്ന് തന്നെ നമുക്ക് 10K എത്താവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.